السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് ഹജ്ജ്. ആയുസ്സിൽ ഒരു പ്രാവശ്യം വിശ്വാസികൾക്ക് ഹജ്ജും ഉംറയും നിർബന്ധമാണ്. സാധാരണ നിസ്കാരം പോലെ പതിവായി ചെയ്യുന്നതല്ലാത്തതുകൊണ്ട് ഹജ്ജ് പലപ്പോഴും മസലകൾ മാറാനും ഉദ്ദേശിച്ച രീതിയിൽ നിർവഹിക്കാൻ സാധിക്കാതെയും വരും. നമ്മുടെ കേരളത്തിൽ നിരവധിയായ ക്ലാസ്സുകൾ നടക്കാറുണ്ട്, പ്രഭാഷണങ്ങളുണ്ട്, പുസ്തകങ്ങളും കിതാബുകളും ധാരാളമായുണ്ട്. അവയൊക്കെ വളരെ ദൈർഘ്യമേറിയതും സാധാരണക്കാർക്ക് പ്രത്യേകിച്ചും വായിച്ച് മൊത്തം മനസ്സിൽ നിർത്താൻ പ്രയാസമുള്ളതുമാണ്. അതുകൊണ്ട് ഹജ്ജ് ഉംറകളുടെ നിർവഹണ രീതി വളരെ ചെറിയ സമയത്തിനുള്ളിൽ തീരെ വിസ്തരിക്കാതെ വിശദീകരിക്കാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. 3 രീതിയിലാണ് ഹജ്ജ് പൊതുവെ നിർവഹിക്കാറുള്ളത്. തമത്തു, ഇഫ്രാദ്, ഖിറാന്. അതിൽ തന്നെ തമത്തു ആണ് ധാരാളമായി നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോകുന്നവരൊക്കെ ഉപയോഗപ്പെടുത്തുന്ന രീതി. പിന്നെ ഇഫ്രാദ്, ഖിറാന്, മറ്റൊരു രീതിയാകുന്ന മുത്തലഖ്. ഇതൊക്കെ അപൂർവമായി നമുക്ക് അനുഷ്ഠിക്കണമെങ്കിൽ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തമത്തു, ഇഫ്രാദ് രീതികളാണ് കൂടുതലായി ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. ബഹുമാന്യരാകുന്ന കോടമ്പഴ ഉസ്താദിൻ്റെ ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി എന്ന പ്രസിദ്ധമായ കർമ്മശാസ്ത്ര ഗ്രന്ഥമാണ് ഇതിനടിസ്ഥാനപരമായി ആശ്രയിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഏറെ ശ്രേഷ്ഠതയുള്ളൊരു ആരാധനയാണ് ഹജ്ജ്. അതിൻ്റെ മുന്നൊരുക്കം ഭൗതികമായും ആത്മീയമായും നിർവഹിക്കേണ്ടതുണ്ട്. അതേക്കുറിച്ചൊന്നും ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സിൽ വിശദീകരിക്കുന്നില്ല. എന്തായാലും തമത്തു എന്ന പതിവായി നമ്മൾ ചെയ്യുന്ന രീതിയുടെ വിശദീകരണം ആദ്യമായി നമ്മുടെ നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും മീഖാത്തിൽ നിന്നോ നമ്മൾ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യുന്നു. പിന്നീട് മക്കയിലെത്തി ഉംറ നിർവഹിച്ച് അതിൽ നിന്ന് പൂർണ്ണമായി തഹല്ലുലാകുന്നു. പിന്നെ ദുൽഹജ്ജ് 7-നോ 8-നോ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഹജ്ജിന് ഇഹ്റാം ചെയ്ത് ഹജ്ജ് നിർവഹിച്ച് ഹജ്ജിൽ നിന്നും ഒഴിയുന്നു, തഹല്ലുലാകുന്നു. ഈ രീതിക്ക് തമത്തു എന്ന് പേര് വരാനുള്ള കാരണം വളരെ ആസ്വാദ്യകരമായ രീതിയാണിത്. എന്നുവെച്ചാൽ ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം ഷവ്വാൽ 1 മുതൽ ഹജ്ജിൻ്റെ ഇഹ്റാം നിർവഹിക്കാൻ നമുക്ക് പറ്റും. ഈ ഷവ്വാൽ 1 മുതലോ അല്ലെങ്കിൽ ദുൽഹജ്ജ് 1 മുതലോ ഒക്കെ തന്നെ ഇഹ്റാം ചെയ്യുകയാണെങ്കിൽ ഇഹ്റാം കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ദുൽഹജ്ജ 13 വരെയും നിലകൊള്ളുക എന്നത് വളരെ പ്രയാസകരമാണ്. ആ ഒരു പ്രതിസന്ധിയിൽ നിന്ന് മാറി നമ്മൾ ഉംറ നിർവഹിക്കുന്നു, ഉംറയോടുകൂടെ തഹല്ലുലാകുന്നു. പിന്നെ നമുക്ക് സാധാരണ ജീവിതമാവാം, ഇഹ്റാം കൊണ്ട് നിഷിദ്ധമാവുന്ന കാര്യങ്ങളെല്ലാം അനുവദനീയമാകും. സാധാരണ ഡ്രസ്സ് ധരിക്കാം, അത്തർ പൂശാം, എണ്ണ തേക്കാം. അങ്ങനെ നമ്മൾ സമ്പൂർണ്ണമായി ഫ്രീ ആകുന്നത് കൊണ്ടും പിന്നെ ഹജ്ജിൻ്റെ കാലത്ത് മാത്രം, ഹജ്ജിൻ്റെ പ്രത്യേകമായ ദിവസങ്ങളിൽ മാത്രം ഇഹ്റാമിലേക്ക് വരുന്നത് കൊണ്ടും നല്ല ആശ്വാസം ലഭിക്കുന്ന ഒരു രീതിയാണിത്. അതുകൊണ്ട് ധാരാളം ആളുകൾ ഈ ഒരു രീതിയെയാണ് ആശ്രയിക്കുന്നത്. പക്ഷേ ഈ രീതിയിൽ ഹജ്ജ് നിർവഹിക്കുമ്പോൾ അതിന് പ്രായശ്ചിത്തം എന്ന രീതിയിൽ ഒരു ആടിനെ അറുത്ത് നൽകേണ്ടതുണ്ട്. നമുക്ക് അത് സംബന്ധമായി സമയാനുസരണം പിന്നീട് സംസാരിക്കാം. ഹജ്ജിൽ വാജിബാത്തുകളുണ്ട്, റുക്നുകളുണ്ട്, സുന്നത്തുണ്ട്. റുക്ന് എന്ന് പറഞ്ഞാൽ ഹജ്ജിൽ 6 കാര്യങ്ങളാണ് റുക്നായിട്ടുള്ളത്. അത് ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. അതിൽ ഒന്നുപോലും ഒഴിവാവാൻ പാടില്ല. ഒഴിവായി കഴിഞ്ഞാൽ ഹജ്ജ് ഫസാദാകും. വാജിബായ കാര്യങ്ങളാകുന്ന മറ്റ് ചില നിർബന്ധങ്ങളുണ്ട്. അതും റുക്നും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ്?
വാജിബായ കാര്യങ്ങൾ ഒഴിവായാൽ നമുക്ക് അറിവ് വഴിയോ മറ്റോ പരിഹരിക്കാൻ പറ്റും. നേരെ മറിച്ച് ഫർളായ റുക്കിനായ നേരത്തെ സൂചിപ്പിച്ച 6 കാര്യങ്ങളിൽ ഒന്നൊഴിഞ്ഞു മാറിയാൽ പിന്നെ ഹജ്ജ് സ്വീകാര്യമല്ല, അത് ഫസാദാവും. ആ കാര്യങ്ങൾ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ ഹജ്ജിൻ്റെ മഹത്വങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ച് മനസ്സിലാക്കിയ ആളുകളായതുകൊണ്ട് തന്നെ ആമുഖമായൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഹജ്ജിലേക്ക് പോകുന്നത് സമ്പൂർണ്ണമായി പുതുക്കം പ്രാപിക്കാനും നമ്മുടെ പഴയകാല ജീവിതത്തിൽ നിന്ന് 100% മാറി ആത്മീകമായി അള്ളാഹുവിലേക്ക് അടുക്കുന്ന നല്ലൊരു ജീവിതം തിരഞ്ഞെടുക്കാനുമാണ്. അതുകൊണ്ട് നമ്മുടെ സമയങ്ങളെയും സന്ദർഭങ്ങളെയും കൃത്യമായി വിനിയോഗിച്ച് ഹജ്ജ് മഖ്ബൂലും മബ്റൂറുമാകുന്ന തലത്തിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. മഖ്ബൂലായാൽ മാത്രം പോരാ, മബ്റൂറാകണം. ഷർത്തും ഫർദും എത്തിച്ച് നമ്മൾ ഹജ്ജ് നിർവഹിക്കുകയാണെങ്കിൽ അത് മഖ്ബൂലാകും. പക്ഷേ മബ്റൂറാവണമെങ്കിൽ അത് പൂർണ്ണമായി ഗുണപ്രദമാകണം. ഹജ്ജിൻ്റെ കർമ്മങ്ങൾ വളരെ സാഹസികവും എന്നാൽ അതിൻ്റെ നിയമങ്ങളൊക്കെ പരിഗണിച്ച് നോക്കുമ്പോൾ ഏറെ എളുപ്പമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തീരെ വിശദീകരിക്കാതെ അത് ഈ തമത്തു രീതിയും പിന്നെ അവസാനമായി ഇഫ്രാദ് രീതിയും നമുക്ക് ഈ സന്ദർഭത്തിൽ ഒന്ന് ചർച്ച ചെയ്യാം. ഹജ്ജിൽ ആദ്യം നമ്മൾ സൂചിപ്പിച്ചതുപോലെ തമത്തു രീതിയിൽ നമ്മൾ ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ ആദ്യമായി ഉംറ ചെയ്യണം. ഉംറയെക്കുറിച്ച് കുറേ ആളുകൾക്കൊക്കെ അറിയാൻ കഴിയും, അവർക്ക് പരിചയമുണ്ടാവും. ചുരുക്കി പറയാം, 4 നിർബന്ധങ്ങളാണ് ഉംറക്കുള്ളത്. ഇഹ്റാം നിർവഹിക്കുക, തവാഫ് ചെയ്യുക, സഅയ് ചെയ്യുക, മുടി മുറിക്കുക. ഈ 4 കാര്യങ്ങളാണ് ഉംറയിൽ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇഹ്റാം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഹജ്ജിലും ഉംറയിലും പ്രവേശിക്കാനുള്ള നിയ്യത്താണ് ഇഹ്റാം എന്ന് പറഞ്ഞാൽ. ഇഹ്റാമോട് കൂടെ സാധാരണഗതിയിൽ നമുക്ക് ഹറാമായ കാര്യങ്ങൾക്കപ്പുറം അതുവരെ ഹലാലായിരുന്ന പലതും നമുക്ക് ഹറാമായി തീരും. അത് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഉദാഹരണമായി നമ്മൾ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. ശരീരത്തിൽ നിന്നുള്ള ഏത് ഭാഗത്തെയും ഒരു മുടി പോലും വെട്ടിയോ പറിച്ചോ കരിച്ചോ കളയാൻ പാടില്ല. പുരുഷന്മാരാണെങ്കിൽ കൂട്ടി തുന്നിയ ഡ്രസ്സ് ധരിക്കാൻ പാടില്ല, തലമുറക്കാൻ പാടില്ല. ഇഹ്റാമോട് കൂടെ ഹജ്ജിൻ്റെ ഇഹ്റാമാണെങ്കിലും ഉംറയുടെ ഇഹ്റാമാണെങ്കിലും കുറേ കാര്യങ്ങൾ നമുക്ക് പിന്നീട് നിഷിദ്ധമായി തീരും. ഇഹ്റാമിന് ശേഷം അത് മീഖാത്തിൽ വെച്ച് നിർവഹിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ എയർപോർട്ടിലൊക്കെ വെച്ച് ഇഹ്റാം നിർവഹിക്കേണ്ടതുണ്ട്. ഇഹ്റാമിന് ശേഷം നമ്മൾ മസ്ജിദുൽ ഹറമിലെത്തി തവാഫിലേക്കാണ് പ്രവേശിക്കുക. തവാഫിൻ്റെ ഷർത്തുകളും ഫർദുകളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. തവാഫ് 7 ചുറ്റ് തന്നെ നിർവഹിക്കണം. അതിന് നിബന്ധനകൾ വിസ്തരിച്ച് കേട്ടവരായിരിക്കും, അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ നിന്നും മറ്റും പഠിച്ചവരായിരിക്കും. അത് ശ്രദ്ധിക്കുക. തവാഫിന് ഉടനെ അല്ലെങ്കിൽ തവാഫിന് ശേഷം നിർവഹിക്കേണ്ടതാണ് സഅയ്. സഅയിൻ്റെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് സഫയിൽ നിന്ന് തുടങ്ങി മർവയിലേക്ക് അവസാനിക്കുന്ന 7 നടത്തമാണ് സഅയ്. അതിനുശേഷം മുടി മുറിക്കുന്നു. മുടി പുരുഷന്മാരാണെങ്കിൽ മുഴുവൻ മുണ്ടനം ചെയ്യലാണ് ഏറ്റവും സുന്നത്ത്. സ്ത്രീകളാണെങ്കിൽ അവരുടെ മൊത്തം മുടി കൂട്ടിപ്പിടിച്ച് അതിൽ നിന്ന് 1 ഇഞ്ച് വെട്ടിക്കളയണം. സ്ത്രീകളുടെ മുടി അന്യപുരുഷന്മാർ കാണാൻ പാടില്ല. അത് പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിക്കുക. പുരുഷന്മാരാവട്ടെ സ്ത്രീകളാവട്ടെ അവരുടെ തലമുടിയിൽ നിന്ന് 3 എണ്ണം വെട്ടിയോ അല്ലെങ്കിൽ ക്ഷൗരം ചെയ്തോ കളയുന്നതോടുകൂടെ ഇഹ്റാമിൽ നിന്ന് തഹല്ലുലാകുന്നു. ഉംറ നിർവഹിച്ച് ഉംറയിൽ നിന്ന് നമ്മൾ ഒഴിവാകുന്നു. നേരത്തെ പറഞ്ഞ തമത്തുവിൻ്റെ രീതിയാണ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ തമത്തുവിൻ്റെ രീതിയിൽ ഇനി നമുക്ക് എല്ലാ അർത്ഥത്തിലും സാധാരണഗതിയിലുള്ള ഡ്രസ്സ് ധരിക്കാനും സാധാരണഗതിയിലുള്ള സ്വന്ത ദ്രവ്യങ്ങൾ ഉപയോഗിക്കാനും കൂട്ടിത്തുന്നിയ ഡ്രസ്സ് ധരിക്കാനും ഒക്കെ സാധിക്കും. ഇനി നമ്മൾ ഹജ്ജിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് നേരിട്ട് ഇടപെടുന്നത് വരെ നമ്മുടെ റൂമിലോ ഹറമിലോ ഒക്കെ ആയിട്ട് ഇബാദത്തിലായിട്ട് കൂടണം. സാധാരണഗതിയിൽ ഹാജിമാർ താമസിക്കുന്ന അന്നസീമായാലും അസീസി ആയാലും അതൊക്കെ ഹറമിൻ്റെ ഭാഗമാണ്. അവിടുന്ന് തെറ്റ് ചെയ്യാൻ പാടില്ല. ഹറമിൽ പാലിക്കേണ്ട എല്ലാ മര്യാദകളും അവിടെയൊക്കെ പാലിക്കണം.
ഖത്തം തീർക്കണം, കൂടുതലായി സ്വലാത്തുകളും ദിക്റുകളും ഇസ്തിഗ്ഫാറും തൗബയും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. ഇനി ഹജ്ജിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ദുൽഹിജ്ജ 7 മിക്കവാറും നമ്മുടെ ഗ്രൂപ്പ് അമീർമാരോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരോ വന്ന് നമ്മളോട് ഇഹ്റാം കെട്ടാൻ വേണ്ടി ആവശ്യപ്പെടും. അപ്പോൾ നമ്മൾ ഹജ്ജിനുള്ള ഇഹ്റാം ചെയ്യണം. ഹജ്ജിനുള്ള ഇഹ്റാം നേരത്തെ ഉംറയെ കുറിച്ച് പറഞ്ഞതുപോലെ ഹജ്ജിൽ പ്രവേശിക്കാനുള്ള നിയ്യത്താണ്. നവൈത്തുൽ ഹജ്ജ വഅഹ്റംതു ബിഹി ലില്ലാഹി തആല. ഞാൻ ഹജ്ജിനെ കരുതി അതിന് വേണ്ടി ഞാൻ ഇഹ്റാം നിർവഹിച്ചു, ലില്ലാഹി തആല, അല്ലാഹു തആലയ്ക്ക് വേണ്ടി. ഇതാണ് ചെറിയ രീതിയിലുള്ള ഹജ്ജിൻ്റെ നിയ്യത്ത്. ഇത് കഴിഞ്ഞ ഉടൻ തൽബിയത്ത് ആരംഭിക്കേണ്ടതുണ്ട്. ഹജ്ജിനാണെങ്കിലും ഉംറക്കാണെങ്കിലും നിയ്യത്ത് വെച്ച് ഇഹ്റാമിൽ പ്രവേശിച്ച ഉടനെയുള്ള തൽബിയത്തിൽ ഹജ്ജും ഉംറയും ചേർത്തി പറയൽ പ്രത്യേകം സുന്നത്താണ്. നവൈത്തു അൽ ഹജ്ജ വഅഹ്റംതു ബിഹി എന്ന് പറഞ്ഞിട്ട് ലബ്ബൈക് അല്ലാഹുമ്മ ബിഹജ്ജത്തിൻ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് എന്ന് തുടങ്ങിയിട്ട് തൽബിയത്ത് പൂർത്തിയാക്കുക. ഇപ്പോൾ നമ്മൾ ഇഹ്റാമിൽ പ്രവേശിച്ചു. നേരത്തെ പറഞ്ഞ കുറേ നിഷിദ്ധങ്ങൾ ഇനി നമ്മൾ പാലിക്കേണ്ടതുണ്ട്. പിന്നെ തൽബിയത്ത് വർദ്ധിപ്പിക്കുക. ഇഹ്റാമിൽ പ്രവേശിച്ച ഉടനെ തന്നെ സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ട്. പിന്നെ അല്ലാഹുമ്മന്നി അസ്അലുക്കൽ ജന്ന പോലെയുള്ള സ്വർഗം തേടുന്ന, നരകത്തിൽ നിന്ന് കാവൽ തേടുന്ന പ്രാർത്ഥനകൾ പ്രത്യേകം സുന്നത്തുണ്ട്. ഇനി വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇഹ്റാം അഴിക്കുന്നത് വരെ ഏറ്റവും പ്രധാനമായി അവൻ നിർവഹിച്ചുകൊണ്ടിരിക്കേണ്ട ധർമ്മം തൽബിയത്ത് ചൊല്ലലാണ്. നമുക്കറിയാവുന്നതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വഴി പടച്ച റബ്ബ് നമ്മെ കഅബയിലേക്ക് ഹജ്ജ് ഉംറയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്നു. ആ ക്ഷണം ലഭിച്ചവരെല്ലാം അവിടെ എത്തിച്ചേരുന്നു. അവർ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി ഞങ്ങൾ എന്ന് പറയുന്ന പ്രത്യേകമായ ദിക്റാണ് തൽബിയത്ത്. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് പറയുമ്പോൾ അള്ളാഹുവേ നിൻ്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം നൽകിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ റബ്ബിൻ്റെ വിളിക്ക് ഉത്തരം നൽകി ചെല്ലുന്ന നമ്മൾ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ കടപ്പെട്ടവരാണ്. റബ്ബ് അതിന് തൗഫീഖ് നൽകിയിട്ടുണ്ട് നമുക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായി തൽബിയത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കണം. സാധാരണഗതിയിൽ നമ്മുടെ താമസ സ്ഥലത്തിൽ നിന്ന് ദുൽഹജ്ജ് 7 അല്ലെങ്കിൽ 8 രാവിലെയൊക്കെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ വന്ന് മിനയിലേക്ക് കൊണ്ടുപോകും. അന്ന് മിനയിൽ താമസിക്കൽ സുന്നത്താണ്. അത് ഹജ്ജിൻ്റെ റുക്കനല്ല, ഹജ്ജിൻ്റെ വാജിബായ കർമ്മമല്ല. നേരെ മിനയിലേക്ക് എത്തും. അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ സമയം ദുൽഹിജ്ജ 8 സുബഹിക്ക് ശേഷം പോകലാണ്. അവിടെ ളുഹർ, അസ്ർ പോലെയുള്ള നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൽബിയത്ത്, തൗബ, ദിക്റുകളൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇനി ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദുൽഹിജ്ജ 9 അറഫയിലെ നൃത്തമാണ്. ദുൽഹിജ്ജ 8 നമ്മളെ മുനയിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞത് സാധാരണ രീതിയിൽ അങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ള നിലക്കാണ്. ചിലപ്പോൾ ട്രാഫിക്കിൻ്റെ സൗകര്യവും മറ്റും മാനിച്ച് നേരെ തന്നെ നമ്മുടെ താമസ സ്ഥലത്ത് നിന്ന് ഇഹ്റാമൊക്കെ ചെയ്ത് നേരെ തന്നെ അറഫയിലേക്ക് കൊണ്ടുപോകുന്ന രീതി ഉണ്ടാവും. എന്തായാലും അന്നത്തെ രാത്രി അവിടെ താമസിക്കൽ സുന്നത്താണ്. ആ സുന്നത്ത് നമുക്ക് മിക്കവാറും ലഭ്യമാകും. അത് കഴിഞ്ഞതിന് ശേഷം സുബഹിയുടെ മുന്നൊക്കെ ആയിട്ട് നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ വരും. വാഹനം റെഡിയായിട്ടുണ്ടാകും. പിന്നെ അറഫയിലേക്ക് പോകലാണ്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തിരി നേരത്തെ രാത്രി പോവുകയാണെങ്കിൽ നമുക്ക് സുബഹിക്കൊക്കെ കൃത്യമായി അറഫയിലെത്താനും അവിടെ വെച്ച് സുബഹി നിസ്കരിക്കാനും പറ്റും. അതല്ല എങ്കിൽ സുബഹി നിസ്കരിച്ചിട്ടാണ് പോകേണ്ടത്. സുബഹി നിസ്കരിച്ചിട്ട് പോകലാണ് അതിൻ്റെ പ്രത്യേകം പുണ്യം എന്നുകൂടെ നമ്മൾ ഓർക്കുക. അല്ലാതെ സുബഹിയുടെ ഇത്തിരി മുന്നേക്ക് നമ്മൾ ബസ് കയറിയിട്ടുണ്ടെങ്കിൽ ട്രാഫിക്കും ജാമൊക്കെ ആയിട്ട് ചിലപ്പോൾ അറഫയിലേക്ക് എത്തുമ്പോഴേക്ക് സുബഹി ഖളാ ആയി പോയിട്ടുണ്ടാകും. അറഫയിലേക്ക് എത്തേണ്ട സമയം ദുൽഹിജ്ജ 9 ഉച്ചയോടുകൂടെയാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് അറഫയിൽ നിൽക്കേണ്ട നിർബന്ധമായ അൽ ഹജ്ജു അറഫ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഹജ്ജിൻ്റെ ചടങ്ങ്. ലോകത്തുള്ള സർവ്വവിശ്വാസികളും അവരുടെ പ്രതിനിധികളെ പറഞ്ഞയച്ച് അവരെല്ലാവരും അവിടെ ഒരുമിച്ച് കൂടി ഏകവേഷത്തിലും ഏക ഭാഷയിലും ഏക മന്ത്രോദ്ധനികളുമായി ഒരുമിച്ച് കൂടി പ്രാർത്ഥനയും കണ്ണീരുമായി കഴിയുന്ന ആ ഒരു പ്രത്യേകമായ ദിവസം ദുൽഹിജ്ജ 9 ഉച്ചയ്ക്ക് ശേഷം മുതൽ
ഇത്തിരി നേരം അവിടെ നിന്നാൽ ഈ അറഫ എന്ന ചടങ്ങ് പൂർത്തിയാകും. പക്ഷേ ഏറ്റവും ശ്രേഷ്ഠം പകലിനെയും രാത്രിയെ കൂടെ ഒരുമിച്ച് കൂട്ടലാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ദുൽഹിജ്ജ 9 അവിടെ എത്തുന്നു, അറഫയിൽ നിൽക്കുന്നു, ദിക്ർ ചൊല്ലുന്നു, പ്രാർത്ഥന നടത്തുന്നു. മഗ്രിബിക്ക് വാങ്ക് കൊടുത്തതിന് ശേഷം മഗ്രിബ് നിസ്കരിച്ച് അവിടെ നിന്ന് പോകലാണ് പിന്നെ ഏറ്റവും നല്ല രീതി. എന്നാൽ മഗ്രിബിയുടെ സമയം എന്ന രാത്രിയുടെ ഭാഗവും പിന്നെ പകലും ഒരുമിച്ച് കൂടി എന്നുള്ള പ്രത്യേകമായ പുണ്യം നമുക്ക് ലഭ്യമാവും. അടുത്ത ഹജ്ജിൻ്റെ അടുത്ത കർമ്മം മുസ്ദലിഫയിൽ രാപ്പാർക്കലാണ്. അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് 6 കിലോമീറ്ററാണുള്ളത്. അങ്ങോട്ട് പോകാൻ ബസ് സൗകര്യമുണ്ട്. പല ആളുകൾക്കും മെട്രോ ട്രെയിൻ ലഭ്യമാകും. എന്നല്ല, ആരോഗ്യമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് നേരിട്ട് നടന്നു പോവുകയും ചെയ്യാം. നടന്നു പോകുന്ന സമയത്ത് നമുക്ക് വിശ്രമിക്കാൻ സന്ദർഭം ഉണ്ടാകും, പള്ളി ഉണ്ടാകും, പള്ളിയോടനുബന്ധിച്ചും അല്ലാതെയും ബാത്റൂം ഉണ്ടാകും, വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങളുണ്ടാകും. ആരോഗ്യമുള്ള ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധ വച്ചാൽ നല്ല രീതിയിൽ തന്നെ വല്ലാതെ ഒന്നും വൈകാതെ നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റും. ബസ്സിൽ യാത്രയാവാം, മെട്രോയിൽ യാത്രയാവാം. മെട്രോയിൽ വളരെ പെട്ടെന്ന് എത്തും. പക്ഷെ കയറിയ മെട്രോയിൽ എത്തണം എന്നുണ്ടെങ്കിൽ കുറേ ടൈം എടുക്കും, മണിക്കൂറുകൾ. എല്ലാ സ്ഥലത്തും ബ്ലോക്കാക്കി ഇങ്ങനെ പോലീസുകാരുടെ നിയന്ത്രണത്തിൽ മെട്രോയിലേക്ക് എത്തിച്ചേരാൻ കുറേ സമയമെടുക്കും. ബസ്സിൻ്റെ കാര്യമാണെങ്കിൽ ബസ്സിലേക്ക് കയറി വാതിലടച്ചു കഴിഞ്ഞാൽ പിന്നെ മുസ്ദലിഫയിൽ എത്തിയിട്ട് അത് തുറക്കുള്ളൂ. 6 കിലോമീറ്റർ ഉള്ളൂ എന്നതുകൊണ്ട് പെട്ടെന്ന് എത്തുന്നാലും വിചാരിക്കരുത്. ചിലപ്പോൾ മണിക്കൂറുകൾ നീളും, അത്രയ്ക്ക് ട്രാഫിക് ബ്ലോക്കായിരിക്കും. ആ സമയത്ത് നമുക്ക് വല്ല വിസർജന കാര്യങ്ങൾ നടത്താനും വെള്ളം കുടിക്കാനും ഒന്നും കഴിയില്ല. ആരും മനസ്സിലാക്കരുത് ഈ സീറ്റ് ലോഡിലായിരിക്കും വണ്ടി പോകാൻ, അല്ല, പരമാവധി ആളെ കുത്തി നിറച്ചായിരിക്കും ബസ് പോവുക. അങ്ങനെ കുത്തി നിറച്ച ബസ്സിൽ അത്ര ടൈം നിൽക്കുന്ന ആ സാഹസമൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. പക്ഷേ പലർക്കും നടക്കാൻ വയ്യാത്ത ആളുകൾക്കൊക്കെ അത് വലിയ സൗകര്യമാവും. അങ്ങനെ മുസ്ദലിഫയിലേക്ക് എത്തുന്നു. മുസ്ദലിഫയിൽ ദുൽഹിജ്ജ 9 അസ്തമിച്ച രാത്രി എന്ന് വെച്ചാൽ ദുൽഹിജ്ജ 10 പെരുന്നാളിൻ്റെ രാത്രി അർദ്ധ രാത്രി മുതലാണ്, പകുതി മുതലാണ് മുസ്ദലിഫയിൽ രാപ്പാർക്കേണ്ടത്. നേരത്തെ അറഫയുടെ കാര്യം പറഞ്ഞതുപോലെ ആ മുസ്ദലിഫയിലൂടെ നമ്മളൊന്ന് യാത്ര പോയാൽ തന്നെ അതിൻ്റെ ചടങ്ങ് നിർവഹിച്ചു എന്ന രീതിയിലാവും. പക്ഷേ ഏറ്റവും പ്രധാനം, ഏറ്റവും ശ്രേഷ്ഠം അർദ്ധരാത്രി മുതൽ സുബഹി കഴിയുവോളം അവിടെ നിൽക്കലാണ്, താമസിക്കലാണ്. ഉറങ്ങാം, ദിക്ർ ചൊല്ലാം, പ്രാർത്ഥന നടത്താം, നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കാം. ഇത് മുസ്ദലിഫയിൽ നിൽക്കുക എന്നത് വാജിബാണ്. അതുകൊണ്ട് തന്നെ അത് സാധിക്കാതെ വന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ അറവ് നടത്തി പരിഹരിക്കാൻ പറ്റും. മുസ്ദലിഫയിൽ അന്ന് രാപ്പാർത്തതിന് ശേഷം ദുൽഹിജ്ജ 10 ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി പിന്നെ മിനയിലേക്ക് പോകലാണ്. മിനയിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ മുസ്ദലിഫയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചു, സുബഹി നിസ്കാരം കഴിയോളം അവിടെ നിൽക്കുക എന്നാണ്. അങ്ങനെയാണെങ്കിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. നേരെ മറിച്ച് സുബഹിയുടെ മുന്നേ നമ്മൾ പോരുകയാണെങ്കിൽ മുസ്ദലിഫയിൽ നിന്ന് മിനയിലെത്തുന്നത് വരെ നിസ്കരിക്കാനൊന്നും പ്രത്യേക സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒന്നെടുത്ത് വരണം, എവിടെന്നെങ്കിലുമൊക്കെ നിസ്കാരം സുബഹി നിർവഹിക്കണം. അതുമല്ല എങ്കിൽ ഒന്നെടുക്കാനുള്ള വെള്ളം നമ്മുടെ കയ്യിൽ വേണം. അതുകൊണ്ട് ഒന്നെടുത്ത് ഏതെങ്കിലും സൗകര്യപ്രദമായ സ്ഥലത്ത് മുണ്ട് വിരിച്ചൊക്കെ നിസ്കരിക്കേണ്ടി വരും. ഒന്നുമില്ല, വെള്ളമില്ല എങ്കിൽ മിനയിലേക്ക് എത്തുന്നതിൻ്റെ ഇടയ്ക്ക് നേരത്തെ മിനയിൽ നിന്ന് അറഫയിലേക്ക് പോകുമ്പോൾ സുബഹി ഖളാവുന്ന കാര്യം പറഞ്ഞതുപോലെ അങ്ങനെ സംഭവിക്കാനിടയുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമ്മൾ മിനയിലേക്ക് എത്താൻ, മിനയിൽ ദുൽഹിജ്ജ 10 പെരുന്നാളിൻ്റെ അന്ന് മിനയിൽ ജംറത്തുൽ അഖബക്ക് കല്ലെറിയലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. ഈ ജംറത്തുൽ അഖബക്ക് കല്ലെറിയാൻ വേണ്ടിയുള്ള 7 കല്ലുകൾ മുസ്ദലിഫയിൽ നിന്ന് ശേഖരിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. പല ആളുകളും മൊത്തം ഏറിനുള്ള കല്ലുകൾ ശേഖരിക്കും. അങ്ങനെ വരുമ്പോൾ 7 കല്ല് ജംറത്തുൽ അഖബക്കും 21 കല്ല് വീതം 3 ജംറയ്ക്കും 3 ദിവസം എറിയാൻ വേണ്ടിയുള്ളത് കൂടെ കൂട്ടിയിട്ട് 70 കല്ലാണ് ശേഖരിക്കൽ. കുറച്ചുകൂടെ കൂടുതലെടുക്കാം, വീഴാനും നഷ്ടപ്പെടാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. സുന്നത്ത് ജംറത്തുൽ അഖബയിലേക്ക് എറിയാനുള്ള കല്ല് അവിടുന്ന് ശേഖരിക്കലാണ്.
അവിടെ കല്ലുകൾ ഇങ്ങനെ ചെറുത് ധാരാളമായി കൂട്ടിയിട്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടുന്ന് ശേഖരിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അതാണ് ഏറ്റവും സൗകര്യപ്രദം. ദുൽഹിജ്ജ 10 5 ചടങ്ങുകളാണ് നിർവഹിക്കാനുള്ളത്. ഒന്ന് ഈ പറഞ്ഞ ജംറത്തുൽ അഖബയിൽ എറിയ. ഓരോ ജംറയുടെ അടുത്തും പ്രത്യേകമായി പേരെഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പം അതിൻ്റെ സ്ഥാനമൊന്നും വല്ലാതെ ബേജാറായി നിൽക്കേണ്ടതില്ല. അവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ ജംറത്തുൽ അഖബയുടെയും ഊലയുടെയും ഒക്കെ അടുത്തുള്ള തൂണുകൾക്ക് നമ്പർ ഇട്ടിട്ടുണ്ടാവും. ആ നമ്പറൊന്ന് കരുതി വെക്കുന്നതും മനസ്സിലാക്കുന്നതും പ്രത്യേകം നല്ലതാണ്. എന്തുകൊണ്ട് എങ്ങാനും വേർപെട്ടു പോയാൽ, ഒറ്റപ്പെട്ടു പോയാൽ നമ്മുടെ സംഘാംഗങ്ങളെല്ലാം ഈ നമ്പർ തൂണിൻ്റെ അടുത്ത് ഒരുമിച്ച് കൂടണം എന്ന് ആദ്യമേ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ആ തീരുമാനിച്ച തൂണിൻ്റെ നമ്പർ മറക്കാതെ കുറിച്ച് വെക്കുകയോ ഫോട്ടോ എടുത്ത് വെക്കുകയോ ഓർമ്മയിൽ സൂക്ഷിക്കുകയോ ചെയ്യണം. ഇനി ജംറത്തുൽ അഖബയിലുള്ള കല്ലേറാണ്. 7 കല്ലാണ് ഓരോ ജംറകളിലും എറിയേണ്ടത്. സാധാരണ ദൂരേന്ന് വലിച്ചെറിയുന്ന ആളുകളുണ്ട്. ചില ആളുകളൊക്കെ ആ ചുമര് പൊളിക്കാനുള്ള വാശിയോടുകൂടെ എറിയും. ചില ആളുകൾ കല്ലിനപ്പുറം ചെരുപ്പും കുട കൊണ്ടൊക്കെ എറിയും. നമ്മളതൊന്നുമല്ല ചെയ്യേണ്ടത്. തലങ്ങനെ താഴ്ത്തി കണ്ണേകദേശം ചുമ്മിയതുപോലെ തിരക്കൊക്കെ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് നേരെ ആ തടത്തിൻ്റെ അടുത്തെത്തണം. എന്നിട്ട് ചുമരിനല്ല എറിയേണ്ടത്, അതിൻ്റെ അടിയിലുള്ള ആ തടത്തിലേക്കാണ് എറിയേണ്ടത്. ഇത് 4-5 ലെയറുണ്ട്. എവിടുന്ന് എറിഞ്ഞാലും അവിടെ എത്തും വിധത്തിലുള്ള സംവിധാനമൊക്കെ ഇപ്പോൾ നിർമ്മിച്ചിട്ടുണ്ട്. എന്നാലും ആ തടത്തിലേക്ക് തന്നെ എറിയാൻ വേണ്ടി പരമാവധി അതിൻ്റെ അടുത്തേക്ക് എത്തുകയാണ് സൗകര്യം. അന്ന് ജംറത്തുൽ അഖബയിൽ മാത്രമേ ഏറുള്ളൂ. നേരത്തെ പറഞ്ഞു, അന്ന് പ്രധാനപ്പെട്ട 5 ചടങ്ങുകളുണ്ട്. രണ്ടാമതായി മുടി നീക്കലാണ്. ഹജ്ജിൻ്റെ മുടി നീക്കൽ നേരത്തെ ഉംറയെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ പുരുഷന്മാർക്ക് മുഴുവൻ മുണ്ഡനം ചെയ്യലാണ് സുന്നത്ത്. സ്ത്രീകളെ സംബന്ധിച്ച് അത് പാടില്ല. അവർക്ക് അവരുടെ മുടി മൊത്തം പിടിച്ചിട്ട് 1 ഇഞ്ച് വെട്ടണം. അത് സംസ്കരിക്കുകയും വേണം. ഇനി അന്ന് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ചടങ്ങ് ഇഫാദത്തിന്റെ തവാഫും സഅയുമാണ്. പിന്നെ അറവ് നടത്തൽ. ദുൽഹിജ്ജ 10 അറവ് നടത്തൽ 3 രീതിയിലുള്ള അറവുണ്ട്. ഒന്ന് ഉദ്ഹിയ്യത്തിന്റെ അറവ്. രണ്ടാമത്തേത് കഅബയെ ബഹുമാനിച്ച് നമ്മൾ കൊണ്ടുപോകേണ്ട ഹദായ അറവ്. മൂന്നാമത്തേത് തമത്വമായിട്ടൊക്കെ ഹജ്ജ് ചെയ്യുന്ന ആളുകൾക്ക് എന്തായാലും കൊടുക്കേണ്ട, അവർ തമത്വ ഉപയോഗപ്പെടുത്തിയതിനുള്ള അറവ്. ഈ 3 അറവും അന്ന് നടത്തലാണ് പ്രത്യേകമായി പുണ്യമുള്ളത്. പക്ഷേ അന്ന് ഗംഭീരമായ തിരക്ക് കാരണം നടത്താൻ പറ്റിക്കൊള്ളണമെന്നില്ല. തീരെ സാധ്യമാവാത്ത അന്നൊക്കെ കഷ്ടപ്പെട്ട് തിരക്കി ചെയ്യേണ്ടതുമില്ല. പ്രത്യേകിച്ച് ഹനഫി മദ്ഹബിലൊക്കെ ഉദ്ഹിയ്യത്ത് നിർബന്ധമാണ്. നമ്മുടെ മദ്ഹബിൽ അങ്ങനെ ഇല്ല. അതുകൊണ്ട് ഉദ്ഹിയ്യത്ത് സംഭവിച്ചില്ല, അതല്ലെങ്കിൽ ഹദായ നമ്മൾ നൽകിയില്ല എങ്കിൽ ഹജ്ജിന് ഒരു കുഴപ്പവും പറ്റില്ല. തമത്വആയി നിർവഹിച്ചതിന് വേണ്ടി നമ്മൾ നൽകേണ്ട അറവ് അതല്ല, അത് നൽകിയിരിക്കേണ്ടതാണ്. അപ്പം അന്ന് അറവ് നിർവഹിക്കാം, അല്ലെങ്കിൽ ഏറ്റവും പുണ്യം അതാണ്. നമ്മുടെ ഹജ്ജിൻ്റെ ഇഹ്റാമിൽ നിന്ന് പകുതി തഹല്ലുലായി. ഇനി നമുക്ക് സാധാരണ ഡ്രസ്സ് ധരിക്കാം, സുഗന്ധം ഉപയോഗിക്കാം, എണ്ണ തേക്കാം, സോപ്പ് ഉപയോഗിക്കാം. ഭാര്യയുമായി ബന്ധപ്പെട്ടുള്ള സംസർഗം നിക്കാഹ് പോലെയുള്ളതാണ് പിന്നീട് വിലക്കുള്ളത്. അപ്പോൾ പകുതി നമ്മൾ തഹല്ലുലാകുന്നതോടുകൂടെയുള്ളൊരു ഗുണം, നമുക്ക് റൂമിൽ ചെല്ലാം, എന്നിട്ട് കുളിച്ച് വൃത്തിയായി നല്ല ഡ്രസ്സുകൾ, സാധാരണ ഡ്രസ്സുകളൊക്കെ ധരിക്കാം. അങ്ങനെ ഫുൾ ഷർട്ട്, ഫുൾ കൈയുള്ള ഷർട്ട്, വേണമെങ്കിൽ കയ്യുറ, സോക്സ്, അടിവരെ എത്തുന്ന കന്തൂറയോ മുണ്ടോ ഒക്കെ ധരിച്ച് തലയിൽ കെട്ടി, പറ്റുമെങ്കിൽ മാസ്ക് ഒക്കെ വെച്ച് തീരെ ആർക്കും തൊടാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് ഇഫാദത്തിന്റെ തവാഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഷാഫി മസ്ലക്ക് അനുസരിച്ച് തന്നെ പെണ്ണുങ്ങളോട് ടച്ച് ചെയ്യുക, ഒന്നുമുറിയുക, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പകുതി നമ്മൾ തഹല്ലുലാകുന്നത് കൊണ്ടാണ് ഈ ഒരു സൗകര്യം കിട്ടുന്നത്. അന്ന് നിർവഹിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഇഫാദത്തിന്റെ തവാഫ്. അത് റുക്കിനായിട്ടാണ് വരിക. അതുകൊണ്ട് തന്നെ അറവ് കൊണ്ട് പരിഹരിക്കപ്പെടില്ല, അത് ചെയ്യുക തന്നെ വേണം. ഇപ്പം നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് ജംറത്തുൽ അഖബയെ എറിയുക, 2 മുടി നീക്കുക, 3 ഇഫാദത്തിന്റെ തവാഫ്. ഇതിൻ്റെയൊക്കെ സമയം ആരംഭിക്കുന്നത് മുസ്ദലിഫയിൽ നമ്മൾ നിൽക്കേണ്ട ദുൽഹജ്ജ് 9 അവസാനിച്ച, എന്നുവെച്ചാൽ ദുൽഹിജ്ജ 10 പെരുന്നാളിൻ്റെ ആ രാത്രി പകുതി മുതലാണ്. അപ്പോൾ മുസ്ദലിഫയിൽ നമ്മൾ നിൽക്കുന്ന ആ സമയം മുതൽ തന്നെ ഇതൊക്കെ ചെയ്യാം. ജംറത്തുൽ അഖബയെ എറിയാം,
മുടി നീക്കാം, അപ്രകാരം തന്നെ ഇഫാദത്തിൻ്റെ തവാഫ് നിർവഹിക്കാം. അവിടെ മുതൽ സമയം ആരംഭിക്കുന്നുവെങ്കിലും ജംറത്തുൽ അഖബയിൽ എറിയാനും ഇഫാദത്തിൻ്റെ തവാഫിനും മുടിയെടുക്കാനൊക്കെ ഉള്ള ഏറ്റവും ശ്രേഷ്ഠമായ സമയം സുബഹി കഴിഞ്ഞ് സൂര്യൻ ഉദിച്ച് ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ ജംറത്തുൽ അഖബയെ എറിയുന്നതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ സന്ദർഭം അന്നത്തെ ളുഹർ വരെയാണ്. ളുഹറിന് ശേഷം മഗ്രിബ് വരെ വേണമെങ്കിൽ ചെയ്യാം. മഗ്രിബിനേക്കാൾ അത് ബന്ധിപ്പിക്കുന്നത് ആവശ്യമില്ലാതെയാകുമ്പോൾ ഹജ്ജിൻ്റെ പൂർണ്ണതയെ ബാധിക്കും. അത് കറാഹത്തായിട്ടാണ് വരിക. പക്ഷേ ഏറ്റവും ശ്രേഷ്ഠമായ സമയം ആരംഭിക്കുന്ന സുബഹിയുടെ ഉടനെയുള്ള, സുബഹി കഴിഞ്ഞ് സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞുള്ള ആ സമയത്തൊക്കെ ഗംഭീരമായ തിരക്കായിരിക്കും. അപ്പോഴാണ് പലപ്പോഴും മരണങ്ങളും ശ്വാസമുട്ടലൊക്കെ സംഭവിക്കൽ. അതുകൊണ്ട് അന്ന് ഒരു 11 മണിക്ക് ളുഹറിൻ്റെ മുന്നേ ഒക്കെ ആയിട്ട് സമയമനുസരിച്ച് ചെയ്യലാണ് ഏറ്റവും നല്ല ചടങ്ങ്. ഇഫാദത്തിൻ്റെ തവാഫിന് ശേഷമാണ് ഹജ്ജിൻ്റെ സഅയ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇഫ്രാദായിട്ട് ഹജ്ജ് ചെയ്യുന്ന ആളുകൾക്ക് നേരത്തെ തന്നെ ഈ സഅയ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇഫ്രാദിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് സൂചിപ്പിക്കാം. ഇനി അയ്യാമുത്ത് തശ്രീഖിൻ്റെ 3 ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം 3 ജംറകളെയും 7 വീതം കല്ലെറിയണം. അയ്യാമുത്ത് തശ്രീഖിൻ്റെ 3 ദിവസവും ഉച്ചയ്ക്ക് ശേഷം, ജംറത്തുൽ അഖബയെ എറിയുന്നത് ഉച്ചയുടെ മുന്നേ ഏറ്റവും ശ്രേഷ്ഠം. ഈ 3 ജംറകളിലും അയ്യാമുത്ത് തശ്രീഖിലെ ഏറ് നടത്തേണ്ടത് ഉച്ചയ്ക്ക് ശേഷമാണ്. അത് 7 വീതം ഓരോ ജംറകളിലേക്കും എറിയണം. അന്ന് രാത്രികളിലൊക്കെ, അന്നത്തെ അയ്യാമുത്ത് തശ്രീഖിൻ്റെ അന്നും പിന്നെ യൗമുൻ നഹറിൻ്റെ രാത്രിയിലുമൊക്കെ മിനയിൽ രാപ്പാർക്കേണ്ടതുണ്ട്. മിനയിൽ രാപ്പാർക്കുന്നത് വാജിബാണ്, അത് ഒഴിവാകാൻ പാടില്ല. എങ്ങാനും ഒഴിവായിട്ടുണ്ടെങ്കിൽ അറവ് നടത്തേണ്ടിയും വരും. ഇവിടെ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തൊട്ടടുത്ത് ഹറമുണ്ട്, അവിടെ പോയി എഴുത്തിക്കാഫിരിക്കാന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ അപൂർവമായിട്ടെങ്കിലും മിനയിൽ താമസിക്കാതെ പോകും. അവരുടെ ഹജ്ജ് സ്വീകാര്യമാവില്ല. പുതിയ കാലത്ത് തിരക്കിനൊക്കെ പരിഗണിച്ച് ന്യൂമിന പോലെയുള്ള ചില സ്ഥലങ്ങൾ ഗവൺമെൻറ് ഹാജിമാർക്ക് താമസിക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അവിടെ താമസിച്ചാൽ ഗവൺമെൻറ്റൊക്കെ അങ്ങനെ ശരിയാവുമെന്ന് പറഞ്ഞാലും നമ്മുടെ ഹജ്ജ് പൂർണ്ണമായി നിർവഹിച്ചു എന്ന സംതൃപ്തി ലഭിക്കാൻ അവിടെ താമസിക്കുന്ന ആളുകൾ, പൊതുവെ ഇതുവരെയുള്ള പ്രൈവറ്റായിട്ട് ഹജ്ജ് പോകുന്ന ആളുകളൊക്കെ ന്യൂമിനയിലാണ് കുറേ ആളുകൾ വരൽ. അവരുടെ ഹജ്ജ് പൂർണ്ണമായി സ്വീകരിച്ചു എന്നൊരു ഉറപ്പ് കിട്ടാനും മിനയിൽ തന്നെ താമസാകാനും വേണ്ടി ഒരു മഗ്രിബിയുടെ ഒക്കെ ആ സമയമാകുമ്പോൾ മസ്ജിദുൽ ഖൈഫിൻ്റെ ഭാഗത്തേക്ക് വരികയോ അവിടെ നിന്ന് മഗ്രിബ് നിസ്കരിച്ച് ഇശ നിസ്കരിച്ച് തസ്ബീഹ് നിസ്കാരമൊക്കെ നിസ്കരിച്ച് ഏകദേശം ഈ മിനയിൽ താമസിക്കേണ്ടത് അതത് രാത്രികളിലെ പകുതിയിലേറെയാണ്. മുഅ്ലം എന്നാണ് പറയാ, പകുതിയിലേറെയാണ് താമസിക്കേണ്ടത്. അപ്പോൾ ആ പകുതിയിലേറെയുള്ള സമയം മിനയിലേക്ക് എത്തിയിട്ട് അവർ മിനയിലൊക്കെ ഇരിക്കുക. അവിടെ കാര്യമായിട്ട് കിടന്നുറങ്ങാനും ഇതിനൊന്നും പറ്റൂല. മിനയിലുള്ള ആളുകളുടെ ടെൻറ്റിലേക്ക് കയറാനും സമ്മതിക്കൂല. എന്നാലും മിനയുടെ ഭാഗമെന്ന് പ്രത്യേകമായി രേഖപ്പെടുത്തിയ അവിടങ്ങളിലായിട്ടായിരിക്കണം ഈ 3 രാത്രികളിൽ ഓരോ രാത്രിയിലെയും പകുതിയിലേറെ താമസിക്കേണ്ടത്. അതിനുള്ള ഒരു തയ്യാറെടുപ്പും അതിനുള്ള ഒരു രീതിയൊക്കെ ഈ നോമിനയിൽ അബദ്ധവശാൽ ആർക്കെങ്കിലും താമസം ലഭ്യമായിട്ടുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതോടുകൂടെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ഏകദേശം അവസാനിക്കുന്നു. ഇനി മക്കയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോഴുള്ള വദാഇൻ്റെ തവാഫാണ് അവശേഷിക്കുന്നത്. അത് സാധാരണ തവാഫ് പോലെയാണ്. നിയത്ത് വെക്കേണ്ടത് വദാഇൻ്റെ തവാഫ് അള്ളാഹുവിന് വേണ്ടി നിർവഹിച്ചു എന്നാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഇഫ്രാദ് എന്ന രീതിയിലുള്ള ഹജ്ജ് പ്രത്യേകമായി വിശദീകരിക്കേണ്ടതില്ലെങ്കിലും ഒന്ന് സൂചിപ്പിക്കേണ്ടതുണ്ട്. ഇഫ്രാദ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഹജ്ജിന് ഇഹ്റാം കെട്ടി പോകലാണ്. ദുൽഹജ്ജ് 2-നോ 3-നൊക്കെയാണ് നമ്മുടെ ഫ്ലൈറ്റെങ്കിൽ കുറച്ച് ശ്രദ്ധിക്കുകയാണെങ്കിൽ അതാണ് സൗകര്യപ്രദം. അങ്ങനെയാകുമ്പോൾ കുറച്ച് സാഹസമുള്ളത് കൊണ്ട് തന്നെ അതിന് ഈ അറവ് നടത്തേണ്ടതില്ല. ഒന്ന്
രണ്ടാമത്തേത് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മവും ശ്രേഷ്ഠമായ രീതിയും ഇഫ്രാദാണ്. എങ്ങനെയാണ് അപ്പോൾ ഇഫ്രാദായിട്ട് ഹജ്ജ് ചെയ്യൽ? നമ്മുടെ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ കുറേ ആളുകളൊക്കെ ആദ്യം ഹറമിലേക്ക് പോകും. അവിടുത്തെ ഉംറയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ മദീനയിലേക്ക് പോകും. അങ്ങനെ മദീനയിൽ നിന്ന് വരുമ്പോൾ ആ വരവിനിടയിൽ മീഖാത്തിലെത്തി നമുക്ക് ഹജ്ജിന് ഇഹ്റാം ചെയ്യാം. ഏകദേശം ദുൽഹജ്ജൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഹജ്ജിന് ഇഹ്റാം കെട്ടി മക്കത്തിലേക്ക് എത്തുന്ന രീതിക്കാണ് ഇഫ്രാദ് എന്ന് പറയൽ. പിന്നെ നമ്മൾ ഉടനെ തന്നെ ഖുദൂമിൻ്റെ തവാഫിന് പോകുന്നു. ഖുദൂമിൻ്റെ തവാഫ് എന്ന് പറഞ്ഞാൽ മക്കയിലേക്ക് എത്തുന്നവർക്കൊക്കെ സുന്നത്തുള്ളൊരു കാര്യമാണ്. മക്കയിലേക്ക് വരുന്ന ആളുകൾ ചെയ്യേണ്ട ഒരു സുന്നത്തായ കർമ്മമാണ് ഖുദൂമിൻ്റെ തവാഫ്. അപ്പോൾ ഖുദൂമിൻ്റെ തവാഫിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഹജ്ജിൻ്റെ ഇഹ്റാമിലാണ് വലിയൊരു സൗകര്യമുള്ളത്. ഖുദൂമിൻ്റെ തവാഫിന് ശേഷം സഅയ് നിർവഹിക്കാൻ പറ്റും. എന്നാൽ എന്താണ് ഗുണം? നേരത്തെ നമ്മൾ പറഞ്ഞത് ഇഫാദത്തിൻ്റെ തവാഫിൻ്റെ ശേഷം സഅയ് ചെയ്യുക എന്നുള്ളതാണ്. ഇഫാദത്തിൻ്റെ തവാഫ് നടത്തേണ്ട ദുൽഹജ്ജ് 10 നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടാവും. അറഫയിലെ നൃത്തം, പിന്നീട് ദീർഘമായ യാത്ര, അത് കഴിഞ്ഞ് മുസ്ദലിഫയിലെ താമസം, അവിടെ നിന്നുള്ള ദീർഘമായി മിനയിലേക്കുള്ള യാത്ര, ആകെ മൊത്തം ക്ഷീണിച്ചു നിൽക്കുകയായിരിക്കും. നേരെ മറിച്ച് ഇഫ്രാദായിട്ട് ഹജ്ജിന് വരുന്ന ആൾ ആദ്യം തന്നെ ഹജ്ജിനാണ് ഇഹ്റാം കെട്ടിയിട്ടുള്ളത്. അപ്പോൾ സഅയിൻ്റെ നിബന്ധന ഏതെങ്കിലും ഒരു തവാഫിൻ്റെ ശേഷം ആവണം എന്നുള്ളതാണ്. തവാഫിൻ്റെ ശേഷം ആവുക എന്നത് ഖുദൂമിൻ്റെ തവാഫിൻ്റെ ശേഷമായാലും തിരക്കടില്ല എന്നല്ല, അതിന് കുറേ ഗുണങ്ങളുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഹജ്ജിന് ഇഹ്റാം കെട്ടി മക്കയിലേക്ക് എത്തുന്നു, ഖുദൂമിൻ്റെ തവാഫ് നിർവഹിക്കുന്നു, ഹജ്ജിൻ്റെ തന്നേതായ സഅയും നിർവഹിക്കുന്നു. അതിനുശേഷം നേരത്തെ പറഞ്ഞതുപോലെ അറഫയിലേക്ക് എത്തുന്നു, മുസ്ദലിഫയിലെത്തുന്നു, മിനയിലേക്ക് എത്തുന്നു, കല്ലെറിയുന്നു. ദുൽഹജ്ജ് 10 അന്ന് അവർക്ക് കല്ലേറും മുടി നീക്കലും അറവും ഒക്കെയാണ് ഉണ്ടാവുക. ഏതില്ല? സഅയില്ല. കാരണം സഅയ് ആദ്യം തന്നെ നിർവഹിച്ചു. ഇതാണ് ഇഫ്രാദിൻ്റെ രീതിയിൽ ഹജ്ജ് ചെയ്യൽ. രണ്ടും തമ്മിലുള്ള വ്യത്യാസം പെട്ടെന്ന് മനസ്സിലാകും. ഉംറയ്ക്ക് ഇഹ്റാം കെട്ടിയിട്ട് പോവുക, എന്നിട്ട് ഉംറ നിർവഹിച്ച് തഹല്ലുലായതിനു ശേഷം ഹജ്ജിൻ്റെ സമയത്ത് ഹജ്ജ് നിർവഹിക്കുക, ഇതാണ് തമത്തുഅ്. നേരെമറിച്ച് ഹജ്ജിന് തന്നെ ഇഹ്റാം കെട്ടിയിട്ട് പോവുക, ഹജ്ജ് നിർവഹിച്ചതിന് ശേഷം പിന്നീട് ഉംറ നിർവഹിക്കുക, ഇതാണ് ഈ ഇഫ്രാദ് എന്ന് പറയുന്ന രീതി. ഏറ്റവും ശ്രേഷ്ഠമായ രീതി അതാണ്. ഇതോടുകൂടെ ഈ 2 ശൈലിയിലുമുള്ള ഹജ്ജ് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇനി പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് റൗള സിയാറത്ത് ചെയ്യലാണ്. അതോടുകൂടെ സ്നേഹത്തോടുകൂടെ ഹബീബായ നബി തങ്ങളുടെ മദദ് കിട്ടണമെന്ന രീതിയിൽ തന്നെ നമ്മൾ സിയാറത്ത് ചെയ്യുക. അല്ലാഹുവിൻ്റെ റസൂലിൽ നിന്ന് ഷഫാഅത്ത് ചോദിച്ചു വാങ്ങാൻ പ്രത്യേകമായി മാനവി തങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തുന്ന ശറഹുൽ മുഹദ്ദിബിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും നല്ല ആവേശത്തോടുകൂടെ ഇഖ്ലാസോടുകൂടെ ഹജ്ജ് നിർവഹിക്കാൻ എല്ലാ ഹാജിമാർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഇൻഷാ അല്ലാഹ് നമുക്കിത് അവസാനിപ്പിക്കാം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.